ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനായി രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റിയെ ചൊല്ലി കോഴിക്കോട്ടെ കോൺഗ്രസിൽ തർക്കം. മുന്നൊരുക്കത്തിനായി KPCC നിയമിച്ച ചുമതലക്കാരൻ ഉണ്ടെന്നിരിക്കെയാണ് മറ്റൊരു കോർഡിനേഷൻ കമ്മിറ്റി സമാന്തരമായി രൂപീകരിക്കുന്നത്. ഇതിനെതിരെ DCC നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇക്കാര്യത്തിൽ KPCC നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ചുമതലക്കാരെ കഴിഞ്ഞ വർഷം തന്നെ KPCC നിശ്ചയിച്ചിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനാണ് കോഴിക്കോട് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നത്. മണ്ഡലത്തിലെ KPCC ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ യോഗം ചേർന്നാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്നാൽ അതിനു പുറമെയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ ഇപ്പോൾ പ്രത്യേക കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. കമ്മിറ്റിയുടെ ചെയർമാനായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസിനെ നിയമിക്കുകയും ചെയ്തു. KPCC തീരുമാനം മറികടന്ന് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇത് സമാന്തര പ്രവർത്തനമാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. കണ്ണൂർ ജില്ലയുടെ ചുമതല KPCC നൽകിയിട്ടുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് PM നിയാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമാന്തരമായൊരു കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തെത്തിയതെന്നും എതിർ വിഭാഗം ആരോപിക്കുന്നു. അതിനിടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയിൽ ഏകപക്ഷീയമായി ഭാരവാഹികളെ നിശ്ചയിച്ചതായും DCC നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് കടക്കണമെങ്കിൽ പുനഃസംഘടന നടത്തണമെന്ന് ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത ഭാരവാഹികളെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയർന്നു. കോഴിക്കോട് സമാന്തര പ്രവർത്തനം സംബന്ധിച്ച് KPCC എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് പാർട്ടി പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.